സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകത്ത് കടലാസ് പോലും ഇല്ലാത്ത കാലത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അനുയായികൾ കേൾക്കുകയും മനഃപ്പാടമാക്കുകയും അതോടൊപ്പം തന്നെ അവർ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്തു. സമാന്തരമായ രണ്ട് വഴികളിലൂടെയാണ് ലോകത്ത് കാലാകാലങ്ങളിൽ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത്. ഒന്ന്, അത് എഴുതി സൂക്ഷിക്കപ്പെട്ടു എന്നതാണ്. ഓരോ കാലത്തും തങ്ങളുടെ മുൻഗാമികളുടെ കൈകളിലുള്ള ഖുർആനിന്റെ കോപ്പികളിൽ നിന്ന് വളരെ കൃത്യമായ പകർപ്പുകളെടുത്ത് അടുത്ത തലമുറകൾ എന്നിങ്ങനെ കാലാകാലങ്ങളിൽ മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ എഴുതി സൂക്ഷിച്ച് കടന്നു വന്നു. രണ്ടാമത്, പരിശുദ്ധ ഖുർആൻ കാലാകാലങ്ങളിൽ മനഃപ്പാടമാക്കി വന്നു. സമാന്തരമായ ഈ രണ്ട് വഴികളിലൂടെയും അത്യത്ഭുതകരമായ വിധം ലോകത്ത് സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, കടലാസ് ഇല്ലാത്ത കാലത്ത് അറബികൾ അത് എഴുതി സൂക്ഷിച്ചു. പിൽക്കാലഘട്ടങ്ങളിൽ കടലാസ് വന്നപ്പോ കടലാസുകളിൽ കയ്യെഴുത്തു പ്രതികൾ ഉണ്ടായി. പ്രിന്റിങ് വരുന്നതിന് മുമ്പ്, അച്ചടി വരുന്നതിന് മുമ്പ് കടലാസുകളിൽ വളരെ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. തോലിൽ എഴുതിയ കാലഘട്ടം ഖുർആനിലുണ്ട്, പാപ്പിറസിൽ എഴുതിയ കാലഘട്ടം ഖുർആനിലുണ്ട്, പേപ്പറിൽ എഴുതിയ കാലഘട്ടവും പരിശുദ്ധ ഖുർആനിനുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആൻ ഇതിന് സമാന്തരമായി മനഃപ്പാടമാക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയത് നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ എഴുതി വച്ചതിന് അവലംബിക്കാവുന്ന വിധം, എഴുതി വച്ചത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ മനഃപ്പാടമാക്കിയതിന് അവലംബിക്കാവുന്ന വിധം പരസ്പരം ഫലപ്പെടുത്തി സുദൃഢമായ ഒരു മാർഗത്തിലൂടെ സമാന്തരമായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ കാലാകാലങ്ങളിൽ ലോകത്ത് സൂക്ഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഖുർആനിന്റെ കയ്യെഴുത്തു പ്രതികൾ ഏതെങ്കിലും ലഭ്യമാണോ? നമ്മൾ ലോകത്തോട് പറയണം, പരിശുദ്ധ ഖുർആൻ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ സംശയം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ലോകത്തിന് നന്മയുള്ള ഗുണമുള്ളതൊന്നും മനുഷ്യർക്ക് ഉപകാരപ്രദമായതൊന്നും പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് വാചോടാവമടിക്കുന്നവർ മലയാളത്തിന്റെ മണ്ണിലുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതൊരു 100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഖുർആൻ, 200 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഖുർആൻ, ഒരു 500 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഖുർആൻ ലോകത്തിന്റെ കൈകളിൽ ലഭിച്ചാൽ, സഹോദരങ്ങളെ, അല്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ തോലിലെഴുതിയ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്തു പ്രതികൾ ആധുനിക ലോകത്ത് ലഭ്യമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിശ്വാസികളല്ല. ഇത് നാം കൃത്യമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അത്ഭുതകരമായ വിധമാണ് അള്ളാഹു ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് നിഷേധിച്ചു തള്ളാൻ കഴിയാത്ത വിധം, തിരക്ക് പിടിച്ച ജീവിതത്തിൽ എപ്പോഴെങ്കിലും തനിക്ക് വായിച്ചേ പറ്റൂ എന്ന് ഒരാളെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ കഴിയുന്ന വിധം അത്ഭുതകരമായ വിധത്തിൽ ലോകത്ത് സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ. 2015 ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വാർത്ത വന്നു. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഖുർആനിന്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പോഴും അത് ഖുർആനിന്റെ ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഖുർആനിന്റെ ഒരു കയ്യെഴുത്തു പ്രതിയുണ്ട്. അത് കടലാസിൽ എഴുതിയതല്ല. ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആനിന്റെ കയ്യെഴുത്തു പ്രതി എന്ന് പറയുന്നത് തോലിലെഴുതിയതാണ്. തോലിലെഴുതിയ കയ്യെഴുത്തു പ്രതി ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ 3000-ഓളം വരുന്ന കയ്യെഴുത്തു പ്രതികളുടെ കൂട്ടത്തിലാണ്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ 3000-ഓളം വരുന്ന കയ്യെഴുത്തു പ്രതികളുടെ കൂട്ടത്തിലാണ് ഖുർആനിന്റെ ഒരു കോപ്പി ഉള്ളത്. മുഴുവൻ ഖുർആനല്ല, പരിശുദ്ധ ഖുർആനിന്റെ 18, 19, 20 അധ്യായങ്ങളാണ് അതിലുള്ളത്. 2015 ബർമിംഗ്ഹാം സർവകലാശാല ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ്, ഖുർആനിന്റെ ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് ഞങ്ങൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അയച്ച് റേഡിയോ കാർബൺ ഡേറ്റിംഗിലൂടെ ഇതിന്റെ കാലനിർണയം നടത്തുകയുണ്ടായി. എത്ര പഴക്കമുണ്ട് ഞങ്ങളുടെ കയ്യിലെ ഖുർആനിന്റെ കോപ്പിക്കെന്ന് രാസപരിശോധന നടത്തി ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് അവർ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. മിംഗാന കളക്ഷൻസ് എന്നറിയപ്പെടുന്നത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ മിംഗാന കളക്ഷൻസ് എന്ന് പറയുന്നത് 3000-ഓളം വരുന്ന കയ്യെഴുത്തു പ്രതികളാണ്.
അതിൽ ബൈബിളുണ്ട്, ഗ്രീക്ക് ഗ്രന്ഥങ്ങളുണ്ട്, അറബിയിലുള്ള മറ്റ് പല പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കൂട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ 3 അധ്യായങ്ങളുടെ തോലിൽ എഴുതിയ ഒരു കോപ്പി ഉള്ളത്. അൽഫോൺസ് ബിൻഖാന എന്ന് പറയുന്ന ഇറാഖിൽ ഒരു കൽദായ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലേക്ക് താമസം മാറുന്നു. അദ്ദേഹം 1924, 1925, 1929 കാലഘട്ടങ്ങളിലായി 3 വർഷങ്ങളിലായി 3 തവണകളിലായി അദ്ദേഹം അറേബ്യൻ നാടുകളിലൂടെ, പശ്ചിമേഷ്യയിലൂടെ, ലബണനും സിറിയയും ഉൾപ്പെടെയുള്ള, ഇറാഖ് ഉൾപ്പെടെയുള്ള, ഇറാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകളിൽ നിന്നാണ് മിങ്കാന കളക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കയ്യെഴുത്തു പ്രതികൾ അദ്ദേഹം ശേഖരിച്ചത്. ആ കയ്യെഴുത്തു പ്രതികളിൽ ഒന്നാണ് ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ ലോകപ്രസിദ്ധമായ ഖുർആനിൻ്റെ കയ്യെഴുത്തു പ്രതി. ഖുർആനിൻ്റെ കയ്യെഴുത്തു പ്രതി റേഡിയോ കാർബൺ ഡേറ്റിങ്ങിലൂടെ അതിൻ്റെ കാലഗണന നിർണയിച്ചപ്പോൾ അത്ഭുതകരമെന്ന് പറയാം. ക്രിസ്താബ്ദം AD 568 645 ഇടക്കാണ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലുള്ള തോലിൽ പരിശുദ്ധ ഖുർആനിൻ്റെ 3 അധ്യായങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ തോലിൻ്റെ രാസപരിശോധന നടക്കുന്നു. തോലിൻ്റെ പഴക്കെന്ന് പറയുന്നത് ക്രിസ്താബ്ദം 568 645 ഇടക്കാണ്. ഇത്രയും പഴക്കമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം കൂടി ഉണ്ടായി. അത്രയും പഴക്കമുള്ളൊരു തോലിൽ പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലോ? ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലുള്ള ഖുർആനിൻ്റെ 3 അധ്യായങ്ങളിൽ എഴുതപ്പെട്ട മഷിയുടെ പഴക്കം റേഡിയോ കാർബൺ ഡേറ്റിങ്ങിലൂടെ നിർണയിക്കുകയുണ്ടായി. അതും ക്രിസ്താബ്ദം 568 645 ഇടക്കാണ് അതിൻ്റെ പഴക്കെന്ന് പറയുന്നത്. ക്രിസ്താബ്ദം 568 മുതൽ 645 വരെയുള്ള കാലം എന്ന് പറയുന്നത് ലോകം ഒരു മഹാത്ഭുതത്തിന് സാക്ഷിയായ ഒരു കാലമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 570 മുതൽ 632 വരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. AD 570 മുതൽ 632 വരെ റസൂലുള്ളാഹിന്റെ ജീവിതം. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലുള്ള ഖുർആന്റെ പഴക്കെന്ന് പറയുന്നത് AD 568 മുതൽ 645 വരെയുള്ള കാലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തോ തൊട്ടടുത്ത വർഷങ്ങളിലോ എഴുതപ്പെട്ടതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഖുർആനിന്റെ തോലിൽ എഴുതിയ കയ്യെഴുത്തു പ്രതികൾ ലോകത്ത് ലഭ്യമാണെന്ന് പറഞ്ഞാൽ അത് ലോകത്തെ പഠിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയും അല്ല, ലോകത്തെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി ലോകത്തോട് വന്ന് എന്റെ കൈകളിലൂടെ ഇതാ ലോകത്തിന് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ, അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്ന് ചിന്തിക്കാൻ, യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു വലിയ ഉത്തരവാദിത്തം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല ലോകത്തിനുണ്ടെന്ന വലിയ പാഠമാണ് ലോകത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്. എത്രയോ കയ്യെഴുത്തു പ്രതികൾ, ലോകത്താദ്യമായി ഖുർആൻ കയ്യെഴുത്തു പ്രതികളിൽ നിന്ന് അച്ചടിക്കപ്പെടുന്നത് 1538 പ്രിന്റിംഗ്, അച്ചടി വിദ്യ ലോകത്തുണ്ടാകുന്നത് 1440 1440 അച്ചടി യന്ത്രം ഉണ്ടാകുന്നു. 1445 ലോകത്തെ ഏറ്റവും വലിയ പുസ്തകം അച്ചടിക്കപ്പെടുന്നത്, അത് ബൈബിളാണ്. 1538 വീണ്ടും 100 കൊല്ലം കഴിഞ്ഞിട്ട് 1538 ലോകത്താദ്യമായി കയ്യെഴുത്തു പ്രതികളിൽ നിന്ന് ഖുർആൻ പ്രിന്റിങ്ങിലേക്ക് പോകുന്നത്, അച്ചടിയിലേക്ക് പോകുന്നത്. 1538 ഖുർആൻ അച്ചടിച്ചത് അറബ് ലോകത്തല്ല, മുസ്ലിങ്ങളല്ല. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് 1538 ഇറ്റലിയിലാണ്, വെനീസിലാണ്. വെനീസിൽ ഖുർആൻ അച്ചടിക്കപ്പെട്ടിട്ട് അത് അന്ന് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കൊടുത്തേക്കപ്പെട്ടു, ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക്. പക്ഷെ അന്ന് അവിടെ ഖുർആൻ സ്വീകരിക്കപ്പെട്ടില്ല. ഇറ്റലിയിൽ വെച്ച് 1538 അച്ചടിക്കപ്പെട്ട, ആദ്യമായി അച്ചടിക്കപ്പെട്ട ഖുർആൻ മുസ്ലിം ലോകത്തേക്ക് കയറ്റി അയച്ചെങ്കിലും മുസ്ലിം ലോകത്ത് അത് സ്വീകരിക്കപ്പെട്ടില്ല. എന്താണ് കാരണം എന്നറിയോ? പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ കൈകളിൽ എത്തിയപ്പോൾ ഇതിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്. ശരിയായ ഖുർആനുമായി താരതമ്യം ചെയ്യുമ്പോൾ ധാരാളം അബദ്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കപ്പെടുകയായിരുന്നു. 1983 ഇറ്റലിയിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് 1538 അച്ചടിക്കപ്പെട്ട ഈ ഖുർആനിന്റെ തിരിച്ചയക്കപ്പെട്ട കോപ്പികളിൽ ഒന്ന് 1983 ഇറ്റലിയിലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെടുന്നു. ഞാനിത് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ബോധപൂർവമോ അല്ലാതെയോ
തെറ്റായി അച്ചടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ 1538 ആദ്യമായി അച്ചടിക്കപ്പെട്ട ഖുർആനിൽ അബദ്ധങ്ങൾ വന്നപ്പോൾ ഇത് ഖുർആനല്ല, ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ മുസ്ലിം ലോകത്തിന് സാധ്യമായത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി വെച്ചത് സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചത് സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. 1787 ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ മുല്ല ഉസ്മാൻ ഇസ്മായിൽ എന്നു പേരുള്ള ഇസ്ലാമിക പണ്ഡിതന്റെ നേതൃത്വത്തിൽ 1787 പിന്നീട് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ അച്ചടിക്കപ്പെടുന്നത്. 1824 കെയ്റോയിൽ അച്ചടിക്കപ്പെട്ട ഖുർആനിന്റെ കോപ്പികളാണ് ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. 1824 കെയ്റോ എഡിഷന്റെ പതിപ്പുകളും പകർപ്പുകളുമാണ് ഇന്ന് ലോകത്തെമ്പാടും പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികളായി അച്ചടിക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചത് മുതൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്ന ഖുർആൻ വരെയുള്ള ഒരു കാലഘട്ടം, അത് ഖുർആനിനെ കൃത്യമായി എഴുതുകയും അവിടുന്ന് തുടർന്ന് പകർത്തിയെഴുതുകയും ചെയ്തത് മാധ്യമങ്ങളിലാണ് മാറ്റമുണ്ടായത്. എല്ലിൽ എഴുതിയതുണ്ടായിരുന്നു, തോലിൽ എഴുതിയുണ്ടായിരുന്നു, കടലാസിൽ എഴുതിയുണ്ടായിരുന്നു, പിന്നീട് അച്ചടിക്കപ്പെട്ടതുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വ്യത്യസ്ത ഡിവൈസുകളിൽ പരിശുദ്ധ ഖുർആൻ കാണുകയും കേൾക്കുകയും ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി. ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട, അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ലോകത്ത് ഖുർആൻ അല്ലാതെ വേറെയില്ല. ഇങ്ങനെ ചരിത്രം പറയാനുള്ള ഒരു ഗ്രന്ഥം ലോകത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് വേറൊരു ഗ്രന്ഥമില്ല. ഈ രൂപത്തിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ ലോകത്ത് വേറൊരു ഗ്രന്ഥവും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു ഖുർആനിനെ ഈ രൂപത്തിൽ സംരക്ഷിച്ച് നിലനിർത്തി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നത് നമ്മൾ ഖുർആനിനെ പഠിക്കാൻ വേണ്ടിയാണ്. ആരൊക്കെ കടന്നുപോയി ഖുർആൻ കൈകാര്യം ചെയ്തുകൊണ്ട് ലോകത്ത് ഏതെല്ലാം കാലഘട്ടങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹം കടന്നുപോയി, എന്നിട്ടൊന്നും ഖുർആനിന്റെ കോപ്പികൾ നഷ്ടപ്പെട്ടില്ല എന്നത്, എഴുതി സൂക്ഷിക്കപ്പെട്ടതുപോലും നശിച്ചു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തില്ല എന്നത് ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്ത് ഒരു 100 കൊല്ലം മുമ്പ് എഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകം ആരുടെയെങ്കിലും കയ്യിൽ, 200 കൊല്ലം മുമ്പ് എഴുതിയ ഒരു കയ്യെഴുത്തുമതി ഈ നാട്ടിൽ ആരുടെയെങ്കിലും കയ്യിൽ, അത് അത്ഭുത വസ്തുവായി നമ്മൾ കാത്തു സൂക്ഷിക്കും. ഒരു 100 കൊല്ലമോ 200 കൊല്ലമോ പഴക്കമുള്ള എന്തു വസ്തുവും അതിന് മതിപ്പ് വിലയാണ്. എന്തു പറഞ്ഞാലും എത്ര വില പറഞ്ഞാലും അത് വാങ്ങിക്കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാകും. 100 കൊല്ലം പഴക്കമുള്ള ഒരു പേന, 200 കൊല്ലം പഴക്കമുള്ള ഒരു പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ പറയുന്ന വിലക്കത് വാങ്ങിക്കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാകും. 1500 കൊല്ലം പഴക്കമുള്ള ഒരു ഗ്രന്ഥം, 1500 കൊല്ലം പഴക്കമുള്ള ഒരു ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. അള്ളാഹു അതിനെ ഈ രൂപത്തിൽ സംരക്ഷിച്ച് നിർത്തിയത് നമ്മളാരും പ്രത്യേക പദ്ധതികൾ വെച്ചിട്ടല്ല. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഖുർആൻ നിലനിൽക്കാൻ വേണ്ടി നമുക്കെന്തെങ്കിലും പ്രത്യേക പദ്ധതികളൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ പദ്ധതികളുടെ ഭാഗമാണ്. മുസ്ലിം ലോകം ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ടപ്പെടും, മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടപ്പെടും. അവിടെയൊന്നും നശിക്കാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടു ഖുർആൻ എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾക്കറിയില്ല, 1258 മംഗോളിയർ, ചെങ്കിസ് ഖാന്റെ പട്ടാളം മുസ്ലിം ലോകത്തേക്ക് കടന്നു ചെല്ലുന്നത്. ആ 1258 ബാഗ്ദാദ് കീഴടക്കുന്നത്. ബാഗ്ദാദ് കീഴടക്കിയപ്പോഴാണ് അവിടുത്തെ ബൈത്തുൽ ഹിക്മ എന്ന പേരിലുള്ള 5 ലക്ഷത്തോളം പുസ്തകങ്ങൾ അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് വ്യത്യസ്ത അബ്ബാസി ഖിലാഫത്തിന്റെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിജ്ഞാനങ്ങൾ കൊണ്ടുവന്ന് എഴുതി കാത്തു സൂക്ഷിക്കപ്പെട്ട 5 ലക്ഷം പുസ്തകങ്ങൾ. 5 ലക്ഷം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് 1440 അച്ചടി ഉണ്ടാകുന്നു. 1258 കാര്യമാണ് ഞാൻ പറയുന്നത്. അച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകൾ കടലാസുകളിൽ മഷി കൊണ്ടിങ്ങനെ കയ്യെഴുത്തു പ്രതികളായി ഗ്രന്ഥങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു കാലത്ത് 5 ലക്ഷം പുസ്തകങ്ങൾ ബാഗ്ദാദിൽ ഉണ്ടായിരുന്നു. അതാണ് ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെടുന്ന, ഹൗസ് ഓഫ് വിസ്ഡം എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമില്ല, ഇന്ത്യയിൽ നിന്നുള്ള പൂജ്യത്തെക്കുറിച്ചുള്ള വിജ്ഞാനം അറബ് ലോകത്തെത്തിയതാണ്. അത് പുസ്തകങ്ങളിലൂടെയാണ് എത്തിയത്. സംസ്കൃത പുസ്തകങ്ങൾ അറബിയിലേക്ക് ആ കാലഘട്ടത്തിൽ ബാഗ്ദാദിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടു.
ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ലോകത്ത് എവിടെയൊക്കെ ഉന്നതമായ സംസ്കാരങ്ങളും അവർക്ക് രചനകളും എഴുത്തുകളും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ടോ അതൊക്കെ അറേബ്യയിലേക്ക് കൊണ്ടുവന്ന് ബാഗ്ദാദിൽ കൊണ്ടുവന്ന് പരിഭാഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ലോകം മുഴുവൻ ബാഗ്ദാദിലേക്ക് ആകർഷിക്കപ്പെട്ടു. അന്നത്തെ അബ്ബാസി ഖിലാഫമാർ ആരെങ്കിലും ഒരു ഗ്രന്ഥവുമായി കടന്നു വന്ന് അറബിയിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തിയാൽ അബ്ബാസി ഖലീഫമാർ അത് തൂക്കി നോക്കും. എന്നിട്ട് അതിന്റെ കനം നോക്കിയിട്ട് പരിഭാഷപ്പെടുത്തിയ പുസ്തകം വെച്ച് തൂക്കിയിട്ട് അതിന്റെ കനത്തിന് അനുസരിച്ച് സ്വർണം സമ്മാനം കൊടുത്തിരുന്ന ഒരു കാലം അന്ന് അബ്ബാസി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ബൈത്തുൽ ഹിക്മ എന്നറിയപ്പെടുന്ന വലിയ റിസർച്ച് സെന്ററിൽ ആ കാലഘട്ടത്തിൽ എത്തുന്നത്. ആ റിസർച്ച് സെന്റർ അടക്കമാണ് 5 ലക്ഷത്തോളം പുസ്തകങ്ങൾ അടക്കമാണ് ചെങ്കിസ് ഖാന്റെ പട്ടാളം കടന്നു വന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മയിലെ 5 ലക്ഷം പുസ്തകങ്ങൾ എടുത്ത് ടൈഗ്രിസ് നദിയിൽ എറിഞ്ഞുവെന്നും ടൈഗ്രിസ് നദിയുടെ വെള്ളം കറുത്ത നിറമായി, അക്ഷരാർത്ഥത്തിൽ കറുത്ത നിറമായി എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുക. ആലങ്കാരിക പ്രയോഗമല്ല. 5 ലക്ഷം പുസ്തകങ്ങളിലെ മഷി വെള്ളത്തിൽ പുരണ്ടപ്പോ ടൈഗ്രീസിന്റെ വെള്ളത്തിന്റെ നിറം അക്ഷരാർത്ഥത്തിൽ കറുത്തുപോയി എന്ന് നമ്മൾ പഠിക്കുന്നത് ബാഗ്ദാദിന്റെ പതനവുമായി ബന്ധപ്പെട്ട 1258 താർത്താരി ആക്രമണ കാലത്ത് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ കൂട്ടത്തിൽ അവരുടെ പുസ്തകങ്ങളും ഇല്ലാതാക്കി എന്ന് പറയുന്ന ലിബ്രിസൈഡുമായി ബന്ധപ്പെട്ട ഗ്രന്ഥഹത്യയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എല്ലാ പുസ്തകങ്ങളും എടുത്തിട്ട് കടലിൽ എറിഞ്ഞവർ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടപ്പോ മുസ്ലിങ്ങൾ മാത്രമല്ല ആട്ടിയോടിക്കപ്പെട്ടത്, ഗ്രാനഡയിലെ പൊതുചത്വരത്തിൽ കൊണ്ടുവന്ന് കൊർദോവയിലെ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും അഗ്നിക്കിരയാക്കി പിൽക്കാലഘട്ടത്തിലെ ക്രൈസ്തവ ഭരണാധികാരികൾ എന്നാണ് സ്പെയിനിന്റെ ചരിത്രം പഠിപ്പിക്കുക. അവിടെയും ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, അവരുടെ മുഴുവൻ സംസ്കാരങ്ങളും അവരുടെ മുഴുവൻ രേഖകളും അവരുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളും അവരിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട മതപരമായ മുഴുവൻ അറിവുകളും അതില്ലാതാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ പിടിച്ചെടുക്കപ്പെടുകയും കത്തിച്ചു കളയുകയും കടലിലെറിയുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ ലോകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം നശിക്കാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു അതിൻ്റെ കയ്യെഴുത്തു പ്രതികൾ എന്ന് പറയാനാണ് ചരിത്രത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത്ഭുതകരമായ വിധത്തിൽ അള്ളാഹു സംരക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് പരിശുദ്ധ ഖുർആനിനെ ഏൽപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് ഓതിക്കരഞ്ഞ ഖുർആനില്ലേ, അതിതാ നിങ്ങളുടെ കയ്യിലെന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് കാരണമായ ഖുർആനില്ലേ, അതിതാ നിങ്ങളുടെ കൈകളിലേക്കെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കോപ്പികൾ എടുത്ത് ഇസ്ലാമിക പ്രവിശ്യ വിവിധ നാടുകളിലേക്ക് കൊടുത്തയച്ച ഖുർആനില്ലേ, അതിന്റെ കോപ്പി ഇതാ നിങ്ങളുടെ കൈകളിൽ നിന്ന്. നിങ്ങൾ ജീവിക്കുന്ന കാലത്തിന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പല കാലഘട്ടങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭരണാധികാരികളിലൂടെ ലോകത്തെ വിവിധ നാടുകളിലൂടെ സംസ്കാരങ്ങളിലൂടെ നാഗരികതകളിലൂടെ കറങ്ങി ചുറ്റിക്കടന്നു വന്ന ഖുർആൻ കേടുപാടുകളില്ലാതെയാണ് അബൂബക്കർ സിദ്ദീഖ് ഉപയോഗിച്ച ഖുർആനിലെ ഒരക്ഷരം നഷ്ടപ്പെടാതെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന് മാറ്റം വരുത്തിയ ഖുർആനിലെ ഒരു ലഫ്ള് പോലും പോകാതെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എങ്ങനെ ഖുർആനിനെ പകർത്തി എഴുതിയോ അതേ ഖുർആനിനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്നത്. ആ ഖുർആനിനോടുള്ള ഉത്തരവാദിത്വം, അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഖുർആനിനോടുള്ള ഉത്തരവാദിത്വം ശത്രുവിന്റെ മിത്രങ്ങളുടെ കൈകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കടന്നു വന്ന് കേടുപാടുകൾ കൂടാതെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തിയ ഖുർആനിനോടുള്ള ഉത്തരവാദിത്വം അത് നമ്മളിലൂടെ, ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളിലൂടെ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ മക്കൾ നമുക്കുള്ള സംരക്ഷണമാണവർ, നമുക്കുള്ള അഭിമാനമാണവർ, നമ്മുടെ നാടിനുള്ള അഭിമാനമാണ്. അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല നമ്മുടെ മക്കൾ നമ്മുടെ നാടിന് മുഴുവനുമുള്ള അഭിമാനമാണ്. അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ള ഉത്തരമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിച്ച കാലത്ത് പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ കൽബിലാണ്. ലോകത്ത് ഏത് ഭരണാധികാരി വന്നാലും, ഏത് ഏകഛത്രാധിപതി വന്നാലും, ലോകം ആരൊക്കെ മാറി ഭരിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെ ലോകത്ത് എഴുതപ്പെട്ട മുഴുവൻ കോപ്പികളും എടുത്ത് നശിപ്പിക്കപ്പെട്ടാലും തൊട്ടടുത്ത സെക്കൻഡുകളിൽ നമ്മുടെ ചെറിയ മക്കളുടെ മനസ്സുകൾക്കകത്ത് നിന്ന് പരിശുദ്ധ ഖുർആൻ പുനർജനിക്കും. ലോകത്തെ ഏത് പുസ്തകത്തിനാണ് ലോകത്തെ എല്ലാ കോപ്പിയും നഷ്ടപ്പെട്ടാൽ അടുത്ത സെക്കൻഡിൽ പുനർജനിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള ഖുർആൻ അല്ലാത്ത ഏത് ഗ്രന്ഥമാണ് ലോകത്തുള്ളത്? നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ. അങ്ങനെ സംരക്ഷിക്കപ്പെട്ട് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനിനോട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളും ആ ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം.
പരിശുദ്ധ ഖുർആൻ വായിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പാരായണം ചെയ്യുന്നവർ, അത് പഠിക്കുന്നവർ, അതിന്റെ ആശയം അറിയുന്നവർ, അതിനെപ്പറ്റി ചിന്തിക്കുന്നവർ, ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവർ, ഇതെല്ലാം ഖുർആനിനോടുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യതകളുടെ ഭാഗമാണ്. അത് നമ്മിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ടോ? ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആനിനെ ആ രൂപത്തിൽ കണക്കാക്കുകയും ആ രൂപത്തിൽ പരിഗണിക്കുകയും ഖുർആനിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടെ അതീവ പ്രാധാന്യത്തോടുകൂടെ ചിന്തിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ക്ഷണിക്കുന്ന, ലോകം മുഴുവൻ വായിക്കേണ്ടുന്ന, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും കാതുകളിൽ എത്തേണ്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അവതരിപ്പിച്ചത് നമുക്ക് മുസ്ലിങ്ങൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് ദീൻ കൊണ്ടു നടക്കാനുള്ള ഒരു ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹുദൻ ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പങ്കുവെക്കണം, ആളുകളോട് നമ്മൾ പറയണം. പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും നമ്മുടെ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നമുക്ക് പരിചയമുള്ളവരോടും നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ അയൽവാസികളോടും നാം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ വീടുകൾക്കകത്ത് ഖുർആൻ പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. അള്ളാഹു എന്താണ് ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ബാപ്പ മരണപ്പെടുമ്പോൾ മകൻ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു ചെറിയ കുറിപ്പ് വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയിട്ട് മടക്കി വെച്ച് ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു കുറിപ്പ്, വാപ്പ മരിച്ചിട്ട് ഉമ്മന്റെ കയ്യിൽ നിന്ന് ആ കുറിപ്പ് വാങ്ങി 1 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും 10 ദിവസം കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ടും 10 മാസം കഴിഞ്ഞിട്ടും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ കുറിപ്പ് തുറന്നു നോക്കാത്ത മകനെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക? സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തുറന്നു നോക്കാനും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അടച്ചുവെച്ച ഖുർആൻ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. തുറന്നു വെച്ച ഖുർആനാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത്, നിരന്തരം വായിക്കപ്പെടുന്നത് എന്നതാണ് ഖുർആൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഖറഅ എന്ന വായനയുമായി ബന്ധപ്പെട്ട പദത്തിൽ നിന്നാണ് ഖുർആൻ എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വായനയാണ്, നിരന്തരമായ വായനയാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത്. ലോകത്ത്, മുസ്ലിം ലോകത്ത്, കേരളത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ച അതിമഹത്തായ ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ഖുർആനിന്റെ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷയാണ്, ഖുർആൻ വിവരണമാണ് മലയാളത്തിൽ ഏറ്റവും ആധികാരികമായ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആ ഖുർആൻ വിവരണം അത് നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ഖുർആനിന്റെ മലയാളത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനം പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി വലിയ അധ്വാനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും പണ്ഡിതന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. കേരളത്തിൽ മനുഷ്യർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ചില പണ്ഡിതന്മാർ അവരുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് മുഹമ്മദ് അമാനി മൗലവി ഉൾപ്പെടെയുള്ള KM മൗലവി ഉൾപ്പെടെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ മലയാളത്തിൽ ഖുർആനിന് ആധികാരികമായ ഒരു പരിഭാഷ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചത്. KM മൗലവി ഉൾപ്പെടെയുള്ള PK മൂസ മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ തുടക്കത്തിൽ ആ സംരംഭത്തിൽ ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ, ഖുർആൻ മുഴുവനും പരിഭാഷപ്പെടുത്തപ്പെടുമ്പോൾ അന്ന് ജീവിച്ചിരിപ്പുള്ളത് അവരുടെ കൂട്ടത്തിൽ 4 പണ്ഡിതന്മാരിൽ അമാനി മൗലവി മാത്രമാണ് അത് പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ളത്. അമാനി മൗലവിയുടെ ജീവിതത്തിൽ നിന്നാണ് 25 വർഷം പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടത്. അമാനി മൗലവിയുടെ പരിഭാഷ 5 വർഷമോ 10 വർഷമോ ആയി എൻ്റെ വീട്ടിൽ വാങ്ങിവെച്ചിട്ട് എന്ന് പറയാവുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് ഫാത്തിഹ സൂറത്തിന്റെ മുഴുവനും അർത്ഥവും വിശദീകരണവും വ്യാഖ്യാനവും വായിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാകും? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഖുർആൻ പഠിക്കാനുള്ള സന്മനസ്സും തീരുമാനവും സന്നദ്ധതയും മാത്രമാണ് നമുക്ക് തടസ്സമായിട്ടുള്ളത്. അതുണ്ടായാൽ, സന്മനസ്സുണ്ടായാൽ, താല്പര്യമുണ്ടായാൽ ഖുർആൻ പഠിക്കാനുള്ള അനേകം സംരംഭങ്ങൾ, അത് ഓൺലൈനാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രാദേശികമായ മദ്രസകളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഒക്കെ അതിനുള്ള സംവിധാനങ്ങളുള്ള ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ മനഃപ്പാഠം
മനഃപ്പാഠമാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും ഖുർആനിൻ്റെ വിദ്യാർത്ഥികളായി മാറുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. 2 റോളാണ് വിശ്വാസിക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ഖുർആനിൻ്റെ പഠിതാവായി മാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഖുർആനിൻ്റെ അധ്യാപകനായി മാറുക. ഇത് രണ്ടിലേത് റോളാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു റോളിൽ വിശ്വാസികൾ ഓരോരുത്തരും ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ് ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, ഖുർആനിനെ പറ്റി ചിന്തിക്കുക, ഖുർആനിൻ്റെ പ്രചാരകരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അവനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന നമ്മുടെ മക്കൾക്ക് ദുനിയാവിലും പരലോകത്തും അള്ളാഹു അതിൻ്റെ എല്ലാ ഖൈറുകളും ബർക്കത്തുകളും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഖുർആൻ അവരവരുടെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും മരണം വരെ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം കൂടി നമ്മുടെ മക്കൾക്ക് കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. വരും വർഷങ്ങളിൽ ഇനിയുള്ള നമ്മുടെ മക്കൾക്കും പരിശുദ്ധ ഖുർആൻ കൂടുതൽ അടുത്തറിയാനും പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കാനും ആ ഖുർആനിൻ്റെ വെളിച്ചത്തിലായി ജീവിക്കാനും അവർക്കും അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും വെളിച്ചം നൽകുന്ന നല്ല പ്രകാശമുറ്റുന്ന മക്കളായി മാറാനുമുള്ള സൗഭാഗ്യം നമ്മുടെ മക്കൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സ്ഥാപനം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇതിൻ്റെ കമ്മിറ്റിയിൽപ്പെട്ടവർ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ, പണിയെടുക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, പണം കണ്ടെത്തുന്നവർ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ സൽക്കർമ്മമായി സ്വീകരിക്കുകയും പരലോകത്തർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇത്തരമൊരു സ്ഥാപനത്തിൻ്റെ തുടക്കക്കാർ, ആദ്യകാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളുകൾ, ഏതൊരു സ്ഥാപനത്തിനും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രാരാബ്ദങ്ങളുടെ കാലത്ത് ഈ സ്ഥാപനത്തെ, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ടു നടന്നവർ, അവരുടെ അധ്വാനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ത്യാഗങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അള്ളാഹു പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉമ്മമാരോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, ഇണകളോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരായി, ഖുർആനിൻ്റെ ആളുകളായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.